പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ മലയാളികൾക്ക് പരിചിതമായ ഒരു താരകുടുംബത്തിലെ ഒരു താരത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഒക്കെയും പ്രിയപ്പെട്ട അഹാന കൃഷ്ണയുടെ പൂക്കാലത്തിലേക്ക്, ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശരി, അപ്പം അഹാന നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് ഹലോ മലയാളത്തിൽ. അഹാന, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഹായ് ഗുഡ് മോർണിംഗ്. ഹായ്, സുഖാണല്ലോ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. പൂക്കാലം അല്ല, പൂക്കളാണ്. പൂക്കാലം ഓൾറെഡി ഇറങ്ങിയ ഒരു സിനിമയുടെ പേരാണ്. പൂക്കളിലേക്ക് ഞാൻ വരുവാണ്. ഞാൻ പൂക്കാലം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എപ്പോഴും പറയും, ഇപ്പം അഹാനക്കറിയാം, ശ്യാമിലി ശശിധരൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കൊച്ചു പിള്ളേരുടെ കളിച്ചിരികളൊക്കെ കാണുമ്പോഴത്തേക്കും അതൊരു പൂക്കാലം പോലെയാണ്. എൻ്റെതല്ല, ശ്യാമിലി ശശിധരൻ്റെ വാക്കുകളാണത്. പക്ഷേ ഈ പൂക്കൾ കാണുമ്പോൾ, അഹാനയുടെ പൂക്കൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട്. പൂക്കളുടെ വിശേഷം എന്തൊക്കെയാണ്? താങ്ക് യു സോ മച്ച്. പൂക്കൾ അഗൈൻ തോന്നൽ പോലെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരുപാട് കെയർ ആൻഡ് ലവ് കൊടുത്തുണ്ടാക്കിയ ഒരു മ്യൂസിക് വീഡിയോ ആണ്. അപ്പൊ അതിപ്പോ റിലീസായി. ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കണക്ട് ചെയ്യുന്നു. അവരുടെ സിസ്റ്റേഴ്സിനെ ഓർമ്മ വന്നു. അവരവരുടെ സിസ്റ്റേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം അത് കണ്ടപ്പോ ഓർമ്മ വന്നു. അവരുടെ സിബ്ലിങ്സിനെ മിസ് ചെയ്തു. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുമ്പോ സന്തോഷം തോന്നും. ശരി. അഹാനിപ്പം പ്രത്യേകിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തലൊന്നും വേണ്ട അഹാനെയും കുടുംബത്തെയും. ഇപ്പം നിങ്ങൾക്കിടയിലെ ഒരു ഇഴയെടുപ്പവും സ്നേഹവും കരുതലും ഒക്കെ തൊട്ടടുത്ത ഒരു കുടുംബത്തെ പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം എപ്പോഴും നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വോളിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെയും. അപ്പം ഈ സിസ്റ്റേഴ്സിൻ്റെ ബോണ്ടിങ്ങിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേർഷൻ തന്നെയല്ലേ ഈ പൂക്കൾ? ദിയ, ഇഷാനി, ഹൻസു, സ്നേഹത്തിൻ്റെ പേരുകളല്ലേ ഇവരൊക്കെ? തീർച്ചയായിട്ടും എനിക്ക് എന്റെ സിസ്റ്റേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചില റിഫ്ലക്ഷൻസ് തീർച്ചയായിട്ടും ഈ മ്യൂസിക് വീഡിയോയിലുണ്ട്. കാരണം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്നുള്ള കഥകളല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോ ഞാൻ എന്റെ സിബ്ലിങ്സ് അല്ലെങ്കിൽ സിബ്ലിംഗ് റിലേഷൻഷിപ്പിൽ നിന്ന് ഏറ്റവും മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവരായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടിയും വഴക്കും ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അതൊക്കെ റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ബന്ധം മുന്നേ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു ബന്ധമായി മാറും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും ഞാൻ വിശ്വസിക്കുന്നതും. അപ്പം ആ ഒരു ചെറിയൊരു തോട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഓക്കെ, അഹാന വീട്ടിലെ മൂത്ത കുട്ടിയാണ്, ഏറ്റവും ചെറിയ കുട്ടിയാണ് ഹൻസു. അപ്പം വീട്ടുകാർ മുഴുവൻ ഈ പൂക്കൾ കണ്ടിരുന്നോ? ആ സമയത്ത് ഇമോഷണൽ ആയോ ആരെങ്കിലും ഒക്കെ? ഞാൻ എല്ലാരെയും ഇപ്പൊ 2-3 ദിവസം മുമ്പ് വീഡിയോ റെഡി ആയപ്പോഴാണ് കാണിച്ചത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഓവർവെൽംഡ് ആയി കണ്ടപ്പോ. ഫസ്റ്റ് ഓഫ് ഓൾ ആസ് എ വീഡിയോ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ നാച്ചുറലി അതിൽ ഞാനും ഹൻസിക്കയും ആണുള്ളത് എന്നുള്ളത് കാരണം വീട്ടിലുള്ളവർക്ക് ഒരു എക്സ്ട്രാ ഇഷ്ടം അതിനോട് തോന്നുമല്ലോ. അപ്പൊ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അഹാന, ഇപ്പം തമ്മിൽ പിണങ്ങി പോകലയുടെ ലൂപ്പിലാണ് മലയാളികളൊക്കെയും. പൂക്കളും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അതെ. ഇപ്പൊ പൂക്കളും തമ്മിൽ പിരിയാത്ത സഹോദരങ്ങൾ തന്നെയാണ്. സൂര്യകാന്തി പൂവും അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചൊരു ബോട്ടിലും അതിലൊരു മരവും. അഹാന, ഇതൊക്കെയാണ് ഒരു ബന്ധത്തിന്റെ വളർച്ചയും ആഴവും ഒക്കെ കാണിക്കാൻ ഉപയോഗിച്ചൊരു ടൂൾ. അപ്പോൾ ഈ എഴുത്തിന്റെ വിശേഷം എന്തൊക്കെയാണ്? എഴുത്ത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോട്ടാണ്. ഇത് എനിക്കും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഡെയിലി ലൈഫുമായിട്ട് വളരെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് അതിനെ വളരെ ആർട്ട്ഫുള്ളി, തോട്ട്ഫുള്ളി, എസ്തെറ്റിക്കലി കാണിക്കണം എന്നായിരുന്നു ഈ വീഡിയോയുടെ ഒരു ഇന്റൻഷൻ. അപ്പം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും വളരെ സിമ്പിൾ ആൻഡ് റിലേറ്റബിൾ ആയിട്ടുള്ള മൊമെന്റുകളെ എത്രത്തോളം ഭംഗിയായിട്ട് വിവരിക്കാം, എത്രത്തോളം ഭംഗിയായിട്ട് എഴുതാം. പിന്നെ വലിയ ഒരു ട്വിസ്റ്റും ടേണും ഒന്നും ഇല്ലെങ്കിലും ചെറിയ മൊമെന്റ്സിലൂടെ ആൾക്കാർക്ക് എങ്ങനെ ഒരു ഉള്ളിലൊരു ഫീൽ ഉണ്ടാക്കി കൊടുക്കാം, അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ ചെറിയൊരു സന്തോഷം തോന്നുന്ന പോലെ. അതായിരുന്നു ഒരു തോട്ട്. കറക്റ്റ്. അഹാൻ എപ്പോഴേ നല്ല വിഷ്വൽസ് ആണ്. ഇപ്പൊ നമുക്ക് നല്ല മിഠായി പോലുള്ള വിഷ്വൽസ് എന്ന് പറയും അതിന്റെ. അഹാനയുടെ കണ്ണും മനസ്സുമായിട്ട് നിമിഷവി ക്യാമറ ചെയ്ത പോലെ തോന്നുന്നു. എങ്ങനെയായിരുന്നു ഒരു ക്യാമറ ആ സമയമൊക്കെ എങ്ങനെയായിരുന്നു ഈ വിഷ്വൽസ് ഒക്കെ എടുക്കുന്നത്? ഇപ്പം ഞാനും ഇതിന്റെ ബിഗിനിങ് തൊട്ടേ ഉള്ള പ്ലാനിങ്ങിൽ നിമിഷും ഇൻവോൾവ് ആണ്. അപ്പം നിമിഷിനും ആദ്യം തൊട്ടേ ഇപ്പൊ എനിക്ക് നിമിഷിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ വിഷ്വൽസ് ആണ് വേണ്ടത് എന്ന് എനിക്ക് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം
എനിക്ക് ഈ തോട്ട് ആദ്യം വരുന്ന സമയം തൊട്ട് തന്നെ ഞാനിത് നിമിഷമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നിമിഷിനും ഒരു ക്ലിയർ കട്ട് വിഷ്വൽ നാരറ്റീവ് ഉണ്ടായിരുന്നു മനസ്സിൽ. നല്ല കാണുന്നവർക്ക് ഒരു സന്തോഷം തോന്നുന്ന തരത്തിലുള്ള ഒരുപാട് കളേഴ്സും, എന്നാൽ ഈ കളേഴ്സിനൊക്കെ ഒരു ബാലൻസും ഒരു സുഖം തോന്നുന്ന പോലത്തെ ഒരു കളർ പാലറ്റും ഒരു മൂഡും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് അല്ല, പക്ഷെ എന്നാൽ കളർഫുൾ ആണ്. അപ്പം അങ്ങനത്തെ ഒരു പാലറ്റ് ആയിരുന്നു നിമിഷിന്റെ മനസ്സിൽ. പിന്നെ നിമിഷ് ഷൂട്ട് ചെയ്യുന്ന എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഒരു ബ്യൂട്ടി തോന്നാറുണ്ട്. ഇപ്പൊ ലൂക്ക തൊട്ട് നോക്കുകയാണെങ്കിൽ എവ്രി ഡേ മൊമെന്റ്സിനെ വരെ നിമിഷ് വളരെ ആർട്ട്ഫുൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് നിമിഷ് ഇപ്പൊ ഒരു ഷോട്ട് വെക്കുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് ചിന്തിച്ച് അതിന് നിമിഷ് തന്നെ ഒരു അർത്ഥം കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. അതിപ്പോ ഒരു സിനിമയാണെങ്കിലും ശരി, ഒരു മ്യൂസിക് വീഡിയോ ആണെങ്കിലും ശരി, ഒരു പരസ്യം ആണെങ്കിലും ശരി, ആ ഒരു അപ്രോച്ചാണ് നിമിഷിന് സിനിമാറ്റോഗ്രഫി എടുത്തത്. അപ്പം ഇപ്പൊ തോന്നൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിമിഷ് റിലേറ്റീവ്ലി ഒരു ന്യൂ DOP ആയിരുന്നു. പക്ഷെ ഇപ്പം പൂക്കൾ ഷൂട്ട് ചെയ്യുമ്പോൾ നിമിഷ് ലോക, ലക്കി ഭാസ്കർ അങ്ങനെ ഒരുപാട് വലിയ വലിയ സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സിനിമാറ്റോഗ്രഫറാണ്. അപ്പം ആ ഒരു പ്രൊഫഷണലിസം, ആ ഒരു അപ്രോച്ചോടുകൂടി ഒരു കുഞ്ഞു മ്യൂസിക് വീഡിയോ നിമിഷം ഷൂട്ട് ചെയ്യുന്ന കാണാൻ തീർച്ചയായിട്ടും ഭയങ്കര രസമായിരുന്നു. അഹാന, ഇപ്പം മ്യൂസിക് വീഡിയോ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് അത് വലുതാണല്ലോ, വലിയൊരു എഫേർട്ടാണല്ലോ. അപ്പം മറ്റ് ക്രൂ മെമ്പേഴ്സ് അവരുടെ ഇൻവോൾവ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? നിമിഷിന്റെ ഇൻവോൾവ്മെന്റ് ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തൊട്ട് ആസ് ഇൻവോൾവ് ആസ് ഐ വാസ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് പ്ലാൻസ് ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റെല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിൽ മാത്രമാണ് നിമിഷ് ഇൻവോൾവ് ആയിരുന്നില്ലാത്തത്. ബാക്കി എവറിത്തിങ്ങിൽ ഹി വാസ് എക്സ്ട്രീംലി ഇൻവോൾവ്. പിന്നെ സെക്കൻഡറി കമ്മിങ് ടു ദി എഡിറ്റർ മിഥുൻ മുരളി ചേച്ചി അത് പറഞ്ഞ, ഐ മീൻ ചേച്ചിയാണോന്ന് അറിയില്ലട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞു. പൂക്കാലം എന്ന് പറഞ്ഞ സിനിമയുടെ എഡിറ്ററാണ്. കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് എഡിറ്റർ കിട്ടിയ മിഥുനാണ്. മിഥുൻ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആണ്. തോന്നല്, അതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള കൊച്ചു കൊച്ചു മ്യൂസിക് വീഡിയോസ് തൊട്ട് മിഥുനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഗ്യാങ്ങിൽ ഒരാളാണ് മിഥുൻ. ഇതിന്റെ എഡിറ്ററാണ്, ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. ഞാൻ എന്ത് വർക്ക് ചെയ്താലും അതിൽ മിഥുൻ എക്സ്ട്രീംലി ഇൻവോൾവ് ആണ്. അപ്പൊ മിഥുൻ ആണെങ്കിലും ഒരു എഡിറ്റർ എന്ന ഒരു സ്കോപ്പിൽ മാത്രമല്ല, റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എനിക്ക് ഈ തോട്ട് വന്നപ്പോ തൊട്ട് എല്ലാ ആസ്പെക്ട്സിലും ഇൻവോൾവ് ആണ്. നമ്മള് ഒരുപാട് ക്രിയേറ്റീവ് ഡിസിഷൻസ് ഒരുമിച്ചാണ് എടുക്കുന്നത്. നമ്മൾ വളരെ ഒരു കൊളാബറേറ്റീവ് പ്രോസസ് ആയിട്ടാണ് ഇതിനെ ഫുള്ള് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഡയറക്ടറാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം എടുക്കും, എഡിറ്ററിന്റെ പണി ചെയ്താൽ മതി, സിനിമാറ്റോഗ്രാഫറിന്റെ പണി ചെയ്താൽ മതി, അങ്ങനെയല്ല. നമ്മളെല്ലാരും ഇത് നമ്മുടെ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പം മിഥുനാണെങ്കിലും ഫുൾ ടൈം സെറ്റിലുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരുപാട് വാല്യൂബിൾ ഇൻപുട്സ് അവരുടെ സൈഡിൽ നിന്ന് വരും. പിന്നെ ഇതിലിപ്പോ എന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയയാണ്. അപ്പൊ റിയയുടെ സൈഡിൽ നിന്ന് ഒരുപാട് ഇൻപുട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സൺഫ്ലവർ ബോംബെയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് റിയ വെറുതെ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതാ. അപ്പൊ അത് കൊള്ളാലോ എന്ന് തോന്നിയിട്ടാണ് നമ്മൾ സൺഫ്ലവറിനെ എടുത്ത് കഥയുടെ നറേറ്റീവിലോട്ട് ആക്കിയത്. അപ്പം എല്ലാവരുടെ സൈഡിൽ നിന്നും കുറെ ഇൻപുട്സ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടീം വർക്ക്. ഓക്കെ, അഹാന, ഇപ്പം ടു ബി ഓണസ്റ്റ് ഞാൻ അഹാനയുടെ ഭയങ്കര ഫാനാണ്. കാരണം ഞാൻ ഈ വീഡിയോസ്, നിങ്ങളുടെ വ്ലോഗ്സ് എല്ലാം കാണും, അതേപോലെ തന്നെ ഷോർട്സ്, പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം ഒരു സ്റ്റൈലായിട്ട് ഇപ്പം നിങ്ങളുടെ ഒരു ഫാഷൻ സെൻസ് ഒക്കെ അടിപൊളിയാണ്. അപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ അത് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് തോന്നലായിരുന്നല്ലോ ചെയ്ത മ്യൂസിക് വീഡിയോ. തോന്നൽ എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോൾ എനിക്ക് തോന്നുന്നു പൂക്കളിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നല്ലോ, പൂക്കൾ വരാൻ പോവുകയാണെന്ന്. വന്ന ആ സാധനം കണ്ടിട്ട് ഞാൻ പോയി തോന്നൽ ഒരിക്കൽ കൂടി ഇരുന്ന് കണ്ടു. ആ തോന്നൽ കേക്കൊക്കെ നമ്മൾ അതിന് ശേഷമല്ലേ വരുന്നതും, അതിനു മുമ്പ് അങ്ങനെ തോന്നൽ കേക്കൊന്നും ഇല്ലല്ലോ. അപ്പം ഭയങ്കര രസമാണ് തോന്നൽ കാണാൻ. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനായിട്ട്. ഭയങ്കര ഒരു സന്തോഷം തോന്നും അത് കാണുമ്പോഴത്തേനും. അപ്പം ഹാനയോട് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, പൂക്കളാണോ തോന്നലാണോ, ഇതിൽ ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും എടുക്കുക? അങ്ങനെ എടുക്കാൻ പറ്റുമോ? ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാല് പ്രാക്ടിക്കലി നോക്കിയാൽ പറ്റില്ല. പക്ഷെ ഇപ്പൊ ചോദിച്ചാല് മേ ബി ഞാൻ പൂക്കൾ എന്ന് പറയും. കാരണം തോന്നല് ഒരുപാട് പേരിലേക്ക് ഓൾറെഡി എത്തി, ഒരുപാട് പേരുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നമുക്ക് ഓവർ ദി ഇയേഴ്സ് അതിനെ എത്തിക്കാൻ പറ്റി. പൂക്കൾ ഇപ്പോഴും ഇപ്പൊ ജനിച്ചു വന്ന ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പൊ ആ കൊച്ചുകുട്ടിക്ക് നമ്മൾ അതിന്റെ കൈ പിടിക്കണമല്ലോ. അപ്പം അറ്റ് ദ മൊമെന്റ് ഡെഫിനറ്റ്ലി പൂക്കൾ ഇസ് വെരി സ്പെഷ്യൽ ടു മീ. ബട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഇത് രണ്ടും അമ്മയ്ക്ക് എന്താ പറയാ, ഞാനും ഓസി ഷാനി ഹൻസിക്കാൻ പോലെ അല്ലേ? അഹാന, ഇപ്പം ഇതിലെ ഈ പൂക്കൾ തോന്നൽ 2 എണ്ണം ഉണ്ടല്ലോ, അപ്പം ഇതില് ഏതെങ്കിലും 2 വരി മൂളാവോ?
പാടാലോ. ഓക്കെ ഓക്കെ. വെള്ളം കുടിച്ചോട്ടെ. ഓ പൂക്കള് പാടാം. ഓക്കെ ഓക്കെ. ഇരുൾ മായും കനൽ മറയും ഒരേ വഴിയിൽ നീതാ, പകൽ വാക്കും 1000 നോക്കും പീതലിഞ്ഞ മഞ്ഞു പോലിതാ, രാവിൽ നഗരമാകി കൈകൾ കോത്തുപോയൊരോർമ്മകൾ, വഴിമരങ്ങൾ മിന്നുന്നീതാ, ഓമൽ മനസ്സു നിറയെ കളി നിറഞ്ഞ് കഥ പറഞ്ഞു നാം, പതിയെ നോവുമായുന്നീതാ, ഈ നിഴല് പോലെ എന്നുമെൻ അരികെ നിന്നു നീ, മതി വരാതെ എന്നും എന്നെ താരാട്ടി നീ. വാവ്. നേഹ അനീഷാണ് വോക്കൽസ് അല്ലെ? അപ്പം അതെ എങ്ങനെയായിരുന്നു അതെ. അത്? നേഹേനെ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. ആക്ച്വലി നേഹ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ആക്റ്റീവ് ആണ്, ഒരുപാട് സോങ് കവേഴ്സ് ഒക്കെ ഇടാറുണ്ട്. അതില് കുറച്ച് വീഡിയോസ് വളരെ വൈറൽ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം വർഷങ്ങൾ മുന്നേ എപ്പോഴും ഞാൻ നേഹയുടെ ഏതോ ഒരു വൈറലായ പാട്ട് കണ്ട് ലൈക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സോങ്ങിന് നമ്മളൊരു സിംഗറിനെ അന്വേഷിക്കുമ്പോൾ നേഹയുടെ പോലത്തെ ഒരു ശബ്ദമായിരുന്നു മനസ്സിലുള്ളത്, പക്ഷെ നേഹനെ മനസ്സിൽ വന്നില്ല. അപ്പൊ എന്റെ ഫ്രണ്ട് റിയയാണ് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് നേഹയുടെ പ്രൊഫൈൽ എനിക്ക് അയച്ചു തന്നിട്ട് വൈ ഡോണ്ട് യു ചെക്ക് ഹർ എന്ന് വെച്ചപ്പോ ഞാൻ ഓർത്ത് ശരിയാണല്ലോ, ഈ കുട്ടിയുടെ സോങ്സ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം രസമുള്ളൊരു സൗണ്ടാണ്, ഓവർലി സ്വീറ്റ് അല്ല, ഒരു എന്താ ഒരു ഡെപ്ത് ഉള്ള ഒരു ബേസ് ഉള്ള ഒരു സൗണ്ടാണ്, എന്നാ വളരെ സുഖമുള്ള സൗണ്ടാണ്. അപ്പൊ തന്നെ ഞാൻ മ്യൂസിക് ഡയറക്ടർ JK അയച്ചു കൊടുത്തിട്ട് വോട്ട് യു തിങ്ക് എന്ന് വെച്ചപ്പോൾ JK വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ നേഹനെ വിളിച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു സ്ക്രാച്ച് പോലെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പം എല്ലാരും വളരെ ഹാപ്പിയായി. അപ്പൊ തന്നെ നേഹനെ ഓക്കെ ആക്കി. നേഹയായിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. ഷീ ഇസ് എ വെരി യങ് ഗേൾ, ഐ തിങ്ക് 20-21 അങ്ങനത്തെ എന്തോ ഒരു ഏജ് ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇതിന് മുന്നേ നേഹ പ്രൊഫഷണലി പാടിയിട്ടില്ല എന്നാ തോന്നുന്നത്, പക്ഷെ ഷീ ഇസ് വെരി ടാലന്റഡ്. നമ്മളൊരു 1.5 മണിക്കൂറിൽ നേഹയുടെ റെക്കോർഡിംഗ് റാപ്പപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നത് വളരെ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ള ഒരു സിംഗറാണ്. നല്ല രസമുണ്ട് കേട്ടിരിക്കാനേ, ഭയങ്കര കേട്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ട് ശബ്ദം. അഹാന, ഇപ്പം അഹാന കൃഷ്ണ എന്ന ഡയറക്ടറിനെ അഹാന എങ്ങനെയാ വിലയിരുത്തുന്നത്? ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണോ ഇതൊക്കെ? ഞാൻ എന്നെ തന്നെ വിലയിരുത്താൻ എനിക്കറിയില്ല, പക്ഷേ ഐ ഡു എൻജോയ് ദ പ്രോസസ്. ഒരു ഐഡിയനെ, ഒരു തോട്ടിനെ എക്സിക്യൂട്ട് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റുന്നത് തീർച്ചയായിട്ടും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഒരു സിനിമ എന്ന് പറയുമ്പം ഇപ്പൊ എനിക്കൊരു മ്യൂസിക് വീഡിയോ ചെയ്ത എക്സ്പീരിയൻസ് എനിക്ക് ഇമാജിൻ ചെയ്യാം എത്രത്തോളം പണി കൂടുതലുണ്ടെന്ന്. കാരണം ഒരു 7 മിനിറ്റിന്റെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ, കാരണം ഈ 7 മിനിറ്റിന്റെ ഒരു വീഡിയോ ഇപ്പൊ ഒരു മ്യൂസിക് വീഡിയോ ആണെങ്കിലും നമ്മൾ ഒരു സിനിമേനെ എങ്ങനെ അപ്രോച്ച് ചെയ്യോ അത്രത്തോളം എഫേർട്ട്, അത്രത്തോളം ഓരോ കുട്ടി കുട്ടി എലിമെന്റിനും അത്ര ഫോക്കസ് കൊടുത്താണ് ചെയ്തത്. അപ്പം ദിസ് ഇറ്റ് സെൽഫ് വാസ് എ വെരി എൻജോയ് ചെയ്തെങ്കിലും നമ്മൾ തളർന്നു പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, നിമിഷമൊക്കെ ലോഗയൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ഡ്രെയിൻഡ് ആയിട്ടുണ്ടാകും എന്നെനിക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് ഒരു സിനിമയെങ്കിൽ ഒരു സിനിമ തീർച്ചയായിട്ടും എനിക്ക് ഡയറക്റ്റ് ചെയ്യണം, ഞാൻ ഡയറക്റ്റ് ചെയ്യും. പക്ഷെ അത് എപ്പോ എങ്ങനെ, ഞാൻ അങ്ങനെ ഒരു ടൈം ലൈൻ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അത് ഒരുപാട് സമയമുണ്ടല്ലോ, അത് ഓർഗാനിക്കലി സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്നുള്ളൊരു തോട്ടാണ്. ഞങ്ങളെ കാത്തിരിക്കുകയാണ് ഒരു ബിഗ് സ്ക്രീനിൽ ഡയറക്റ്റഡ് ബൈ അഹാന കൃഷ്ണ എന്ന് എഴുതി വരുന്നത് കാണാനായിട്ട്. അഹാന, ഇപ്പം സ്റ്റീവ് ലോപ്പസും ലൂക്കയും ഒക്കെ ഇഷ്ടമുള്ള സിനിമകളാണ്. ഇപ്പം ലോക കണ്ടപ്പോഴത്തേനും ഒരു ഷോട്ടിൽ അഹാനയും ഉണ്ട്. അപ്പം ലോക 2 ഞങ്ങളെയൊക്കെ ഞെട്ടിക്കാൻ ഒരു വരവ് വരുന്നുണ്ടോ? 2 ഞെട്ടിക്കോ അതോ 3 or 4 or 5 ഞെട്ടിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല. ഏതെങ്കിലും ഒരു പാർട്ടിൽ ഡെഫിനറ്റ്ലി ആ ഒരു ക്യാരക്ടർ വിൽ ഗ്രോ ഇൻ ടു സംതിങ് മീനിങ് ഫുൾ. പക്ഷെ ടു ബി വെരി ഓണസ്റ്റ്, അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതറിയാൻ വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ് ആക്ച്വലി. ഓക്കെ, അഭിനയിച്ച സിനിമകളിലൊക്കെ നമുക്ക് എല്ലാം പ്രിയപ്പെട്ടതായിരിക്കും. എങ്കിലും അഹാനയ്ക്ക് കുറച്ചധികം ഇഷ്ടം ലൂക്കയായിരുന്നോ? തീർച്ചയായിട്ടും ലൂക്ക എന്റെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ പോലത്തെ സിനിമയാണ്. ഒരുപാട് പേര് ഞാൻ സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്ന കാണാറുണ്ടോ, ഇവിടെ എവിടെ വന്നാലും ലൂക്ക 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ബിക്കോസ് ലൈക്ക് നമുക്കൊരു 10-50 സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്
പലതിനെയും കുറിച്ച് മാറ്റി പറയാനുള്ളൂ. എനിക്കിപ്പോ അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരു ഹാൻഡ്ഫുൾ ഓഫ് മൂവീസേ ഉള്ളൂ. ഇപ്പൊ ലൂക്ക, ഡി, അങ്ങനെ കുറച്ച് സിനിമകളാണ് എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതായിട്ടുള്ളത്. അപ്പം ലൂക്ക തീർച്ചയായിട്ടും അതുവരെ ആസ് എൻ ആക്ടർ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് സംഭവിക്കുന്നത് എനിക്ക് ലൂക്ക എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും അത് ഇറങ്ങുമ്പോഴുമാണ്. ആസ് എൻ ആക്ടർ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു, നല്ലപോലെ നമുക്കൊരു സംതൃപ്തി തോന്നുന്നത്തോളം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ആൾക്കാര് നമ്മളെ നോക്കുന്നു, നമ്മൾ ചെയ്ത ജോലി വിലയിരുത്തുന്നു. അതൊക്കെ ആദ്യമായിട്ട് സംഭവിക്കുന്നത് ലൂക്ക റിലീസ് ആകുമ്പോഴാണ്. അപ്പം ലൂക്ക എന്റെ മനസ്സിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ വളരെ ഒരു സ്പെഷ്യൽ പ്ലേസിൽ നിൽക്കുന്ന ഒരു ഫിലിം തന്നെയാണ്. അത് ഒരുപാട് പേർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടി ആകുമ്പോൾ അതൊരു ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ഓക്കെ. ഇപ്പം വീട്ടിൽ തന്നെ എല്ലാവരും അഭിനയ മേഖല കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ദിയ മാത്രമാണ് അങ്ങനെ സിനിമയിലേക്ക് ട്രൈ ചെയ്യാത്തതെന്ന്. ഇഷാനിയും ഹൻസും ഒക്കെ സിനിമയുണ്ട്. ഹൻസുവിൻ്റെ പുതിയ സിനിമ റിലീസ് ആവാൻ പോകുന്നു. അപ്പം ഇതിന് മുൻപ് കൈവച്ചയാൾ അല്ലെങ്കിൽ ആ മേഖലയിൽ അഭിനയിച്ച് തിളങ്ങിയ ആൾ എന്നുള്ള നിലയിൽ അനിയത്തിമാരൊക്കെ ഉപദേശിക്കാറുണ്ടോ? അത് മാത്രമല്ല അച്ഛനായിരിക്കുമല്ലോ നിങ്ങളുടെ ഒക്കെയും മെന്റർ. അച്ഛൻ അങ്ങനെ ഒരുപാട് ആക്ടിങ് റിലേറ്റഡ് അഡ്വൈസസ് ഒന്നും തരാറില്ല. പൊതുവേ അച്ഛൻ എന്താ പറയാ, നല്ല ഡീസെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം ഒരു സെറ്റില്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് തിളങ്ങിയ ഒരാളായിട്ടല്ല ഞാൻ എന്നെ കാണുന്നത്. ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനൊരു ഡെബ്യൂട്ടന്റ് എന്നുള്ളൊരു മൂഡിലാണ് നിൽക്കുന്നത്. കാരണം അതിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് മൊത്തത്തിൽ ഇപ്പോഴും ഞാൻ എന്നെ ഇപ്പോഴും ഒരു പുതിയ ആളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് വിളിച്ചിരുത്തി അഡ്വൈസ് കൊടുക്കാനുള്ള അങ്ങനെയൊന്നും എനിക്ക് തോന്നാറില്ല. പിന്നെ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ ആകെ എപ്പോഴും ഹൻസിക്കയുടെ അടുത്താണെങ്കിലും സിസ്റ്റേഴ്സിന്റെ ആരുടെ അടുത്താണെങ്കിലും പറയുന്ന കാര്യം, ആക്ട് ചെയ്യുന്ന സമയത്ത് ഡോണ്ട് ബി ബോതേർഡ് അബൌട്ട് ഹൗ യു ലുക്ക്. അത് ശ്രദ്ധിക്കാൻ അവിടെ വേറെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ ആ മൊമെന്റിൽ നമ്മൾ ചെയ്യേണ്ട ആ ഇമോഷൻ എന്താണ്, നമ്മൾ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ജസ്റ്റ് ആ ലുക്ക് നമ്മുടെ മനസ്സിലേ ഉണ്ടാവരുത്. നമ്മുടെ ആംഗിൾ കറക്റ്റ് ആണോ, അത് കറക്റ്റ് ആണോ, അതൊക്കെ നോക്കാൻ വേറെ ആൾക്കാരുണ്ട്. നമ്മുടെ വൺ ആൻഡ് ഓൺലി തോട്ട് ഷുഡ് ബി ടു ഡെലിവർ ദാറ്റ് ഇമോഷൻ കറക്റ്റ്ലി. അപ്പം അത് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. ആഹാര നമുക്ക് ഒരു പാട്ടും കൂടെ ആയാലോ? ഏതെങ്കിലും ഒരു നല്ല പാട്ട്. പുതിയായിട്ട് ഇറങ്ങി നല്ല പാട്ട് ഓർമ്മയിൽ നിൽപ്പുണ്ടോ? തെരുവുകൾ നീ. ഓർമ്മയിലൊക്കെ ഉണ്ട്. സ്റ്റീവ് ലോപ്പസിലെ പാട്ട് കുറച്ച് പാടാം. അത് ഏതോ പോയിന്റിൽ ഭയങ്കര ഹൈപ്പിച്ചാണ്. എനിക്ക് അത്രയും പാടാനുള്ള കഴിവില്ല, പക്ഷെ പറ്റുന്നത്രയും ഞാൻ പാടാം. ഓക്കെ ഓക്കെ. തെരുവുകൾ നീ, ഞാൻ വേഗമായി, അലകടൽ നീ, ഞാൻ തോണിയാ, ആരുമലേ ആകാശമേ അലയുന്നു ഞാൻ. ടു ബി ഓണസ്റ്റ് ഞാൻ ഇത്ര പാടുന്നതാണ് നല്ലത്. ആ പാട്ട് ആക്ച്വലി നമ്മൾ ഇപ്പം ഞാനും തിരുവനന്തപുരമാണ് വീട്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കാണുന്ന പാട്ടാണ് ഇത്. കാരണം നമ്മുടെ ആ പാളയം, ആ സ്ക്വയറും അണ്ടർ പാസേജും, അതേപോലെ മറ്റേ KSRTC ബസ് ഇപ്പൊ ഇല്ല, പക്ഷെ എങ്കിലും പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആ KSRTC ബസ് കയറി പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു നൊസ്റ്റാൾജി അയവിറക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് കേൾക്കാറുണ്ട്. ദിയ ഇപ്പം അഹാന, ദിയയുടെ കുഞ്ഞുവാവ ഓമി കൂടെ വീട്ടിൽ വന്നപ്പം അംഗബലം കൂടിയല്ലോ. അപ്പം ഹോം ഫീലിംഗ് ഇപ്പൊ മാറിയിട്ടുണ്ടോ? ഓമി OC വേറെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. എന്നും ജനിച്ച സമയത്ത് ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആക്ച്വലി ഹോമിന്റെ ഒരു സെറ്റപ്പ് മാറിയായിരുന്നു. ഒരു 20 വർഷം പുറകിലോട്ട് പോയി. അതായത് ഹൻസു ബേബി ആയിരുന്നപ്പോഴായിരുന്നു ലാസ്റ്റ് മാറ്റും കിലിക്കിന്റെ ശബ്ദവും അങ്ങനെ ആകെ ഒരു കുട്ടിയുടെ സാധനങ്ങളായിരിക്കും. നമ്മൾ അല്ലെങ്കിൽ ഭയങ്കര നീറ്റായിട്ട് വെച്ചേക്കുന്ന വീട്ടിൽ എവിടെ നോക്കിയാലും കുട്ടികളുടെ സാധനങ്ങളും അതും ഇതുമൊക്കെ ആയിരിക്കും. അപ്പം ഓമി 3 മാസം നിന്നിട്ട് പോയപ്പോഴത്തേനും അത് മാറി. പക്ഷെ എന്നും ഉച്ചയാവുമ്പം, മിക്ക ദിവസങ്ങളിലും ഉച്ചയാവുമ്പം ദിയേം അവര് ഓമിയൊക്കെ ഫുഡ് കഴിക്കാൻ വരും. അപ്പൊ ഒരു 1.5 മണിക്കൂറത്തേക്ക് വീണ്ടും ഒരു പ്ലേ സ്കൂൾ ആവും. അതായത് ഓമിയുടെ ഒരു വലിയ മാറ്റ് ഉണ്ട്, അതെടുത്തിടും. ഓമിയുടെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തിടും. കളിപ്പാട്ടങ്ങളെല്ലാം വാരി വലിച്ച് കിടക്കുകയായിരിക്കും വീട്ടിൽ മൊത്തം. അപ്പൊ നല്ല രസമാണ്. ഓമി വരുമ്പോ എല്ലാരും ലൈനിൽ നിൽക്കും ഓമിയെ എടുക്കാൻ വേണ്ടിയിട്ട്, കൈമാറി. അങ്ങനെ ഓമി വരുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. വീട്ടിൽ ഒരു അലർച്ചയും ബഹളവും ശബ്ദവും, അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്.
അഹാൻ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ സന്തോഷം വരുന്ന പോലെ തന്നെ കൂടെ വരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സന്തോഷത്തെക്കാൾ കൂടുതൽ കയറി വരുന്ന ആളാണ് സങ്കടം. അപ്പം ഈ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും വിഷമഘട്ടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വീട്ടിൽ അംഗബലം കൂടുതലാണല്ലോ, അതൊരു ബലം തന്നെയാണോ അഹാനയ്ക്ക് എപ്പോഴും? ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടില് എല്ലാവരും അത് കളക്റ്റീവ്ലി അവരുടെ പ്രശ്നമായിട്ട് കാണും. അത് നമുക്ക് ആർക്കാണെങ്കിലും, ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ അമ്മയും ഹൻസിക്കയും ഇഷാനിയും എല്ലാവരും അതിനെ അവരുടെ പ്രശ്നമായിട്ട് കാണും. നേരെ മറിച്ച് ഇപ്പം ഇഷാനിക്ക് ഒരു പ്രശ്നമാണെങ്കിൽ നമ്മളെല്ലാവരും അത് നമ്മുടെയും കൂടി പ്രശ്നമായിട്ട് കാണും. അപ്പൊ ഈ ഷെയർ ദ ലോഡ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ കൂടെയുള്ളവർ ആ പ്രശ്നത്തിന്റെ ഭാരം ഓരോരുത്തരായിട്ട് ഡിവൈഡ് ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം ഒഴിഞ്ഞു പോയതുപോലെ തോന്നും. അപ്പൊ വീട്ടിലെല്ലാവരുമായിട്ടിരുന്ന് പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും, നമ്മളൊരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെക്കുമ്പോഴാണല്ലോ അതിന്റെ വെയിറ്റ് കൂടുന്നത്. നമ്മളത് എല്ലാവരുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കുമ്പോൾ ഒരു ഭയങ്കര സമാധാനം കിട്ടും. പിന്നെ അത് ഷെയർ ചെയ്യാൻ, ആ പ്രശ്നത്തിൽ നമ്മുടെ കൂടെ നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന അതേ ഇമോഷൻ ഫീൽ ചെയ്യാൻ വേറെയും കുറെ ആൾക്കാരുണ്ടെന്നൊക്കെ കാണുമ്പം അത് പെട്ടെന്ന് അതങ്ങ് അലിഞ്ഞങ്ങ് പോകുന്ന പോലെ തോന്നും. അപ്പം അത് ഭയങ്കര ഒരു വലിയ സ്ട്രെങ്ത് തന്നെയാണ്. ഓക്കെ അഹാന, നമ്മളെ ഈ പൂക്കളിന്റെ അനൗൺസ്മെന്റ് കണ്ടപ്പോഴത്തേക്കും ഈ കുറച്ച് പേരൊക്കെ ഒന്ന് ആദ്യം തെറ്റിദ്ധരിച്ചായിരുന്നു. കാരണം അഹാന ഗെറ്റിംഗ് മാരീഡ് അങ്ങനെയൊക്കെ ഒന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ടെക്സ്റ്റ് ചെയ്യോ പറയുകയൊക്കെ ചെയ്തിരുന്നോ? ഇല്ലില്ല, എന്നെ ഓഫ് കോഴ്സ് പേഴ്സണലി അറിയാവുന്നവരല്ല, പക്ഷെ ആ പോസ്റ്റർ ഇടുമ്പം ആക്ച്വലി തോന്നൽ ഇറങ്ങിയ സമയത്ത് ഇതേപോലെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിലര് വന്നിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അങ്ങനെ. അപ്പൊ ഞാൻ വിചാരിക്കുക എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, 2020 തോന്നൽ ഇറങ്ങുന്നതിന്റെ കുറച്ചു ദിവസം മുമ്പും ഇതേപോലെ ഒരു പോസ്റ്റർ, എന്റെ പേര് നിമിഷിന്റെ പേര്, ഗോവിന്ദിന്റെ പേര്, അതേ സാധനമാണ്. സത്യം പറഞ്ഞാൽ ഇത് പുതിയൊരു ക്രിയേറ്റീവ് ഐഡിയ പോലും ആയിരുന്നില്ല. അന്ന് ചെയ്ത അതേ സാധനത്തിന്റെ പോസ്റ്റർ റെഫറൻസ് ഡിസൈനറിന് അയച്ചു കൊടുത്തിട്ട് ഹേ വി വോണ്ട് പോസ്റ്റർ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാ. പക്ഷെ പോസ്റ്റർ ഇറങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പം പതിവില്ലാത്ത ഒരു എൻഗേജ്മെന്റ് പോസ്റ്ററിൽ ഞാൻ വെച്ചത് എന്ത് ഇത്രയും ലൈക്ക് കമന്റും ഒക്കെ. പിന്നെ കമന്റ് പോയി നോക്കിയപ്പോഴാണ് ഞാനിങ്ങനെ ദൈവമേ, മറ്റേ എന്തൊക്കെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്, ഞാൻ അങ്ങനെ ആയിപ്പോയി. പക്ഷേ പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി, കാരണം നമ്മൾ പ്യോർലി ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പം ഈ ഇടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ കുടുംബസമേതം നിങ്ങളൊക്കെ പോയിരുന്ന ദൃശ്യങ്ങളൊക്കെ, വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം ദിയയുടെ കുഞ്ഞ് ഓമിയുടെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പം വീട്ടിലെ ഒരു യങ്സ്റ്റാർ ആണോ ഇപ്പം ഓമി? ഒപ്പം അന്നത്തെ ആ ഒരു യാത്ര, ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അഹാന? ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം നമ്മുടെ കൺട്രിയുടെ പ്രൈം മിനിസ്റ്ററിനെ മീറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. കാരണം നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് അല്ല. ഇപ്പം ഒരു പൊതുവേദിയിൽ ഒരു പ്രധാനമന്ത്രി വരുമ്പോ അവരെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന പോലെ അല്ല ശ്രീ നരേന്ദ്രമോദി സാറിന്റെ റെസിഡൻസില് പോയി ഒരു 40 minutes, ഹാഫ് ആൻ അവർ 40 minutes എന്താ പേഴ്സണലി പരിചയമുള്ള ആൾക്കാരെ പോലെ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നു. അങ്ങനെ ഒരു പേഴ്സണൽ ടൈം കിട്ടുക എന്ന് പറയുന്നത് ഇസ് എ ഹ്യൂജ് ബ്ലെസ്സിങ്. ആൻഡ് തീർച്ചയായിട്ടും ഓൾ താങ്ക്സ് ടു മൈ ഫാദർ, അച്ഛനെ കാരണമാണ് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ആസ് എ ഫാമിലി നമ്മൾ എപ്പോഴും വളരെ സ്പെഷ്യൽ ആയിട്ട് മനസ്സിൽ കൊണ്ട് നടക്കാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആൻഡ് ഒരു മെമ്മറി ആയിരുന്നു. നരേന്ദ്രമോദി സർ ആണെങ്കിലും വളരെ എന്താ പറയാ, നമുക്കൊരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേൾഡിൽ ഇന്നുള്ള ലീഡേഴ്സിൽ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സിന്റെ കൂടെയാണ് നമ്മൾ ഇരുന്നത് എന്നല്ല നമുക്ക് അപ്പൊ തോന്നിയത്. ശരിക്കും വളരെ വാം ആയിട്ടുള്ള ഒരാള് നമ്മുടെ കൂടെ ഒരു സാധാരണ ഒരാളെ പോലെ ഇരുന്ന് നമുക്ക് നമ്മുടെ ഒരു ഗ്രാൻഡ് ഫാദറിനോടൊക്കെ തോന്നുന്ന പോലത്തെ ഒരു വാംത്തിൽ നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. ഇറ്റ് വാസ് എ വെരി വെരി ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ്. അതായത് ഇത്രയും വലിയ ആൾക്കാർക്ക് ഇത്ര സിംപ്ലിസ്റ്റിക് ആകാൻ കഴിയും എന്ന് നമുക്ക് ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വന്ന അടുത്ത ദിവസം ഓമിയുടെ കൂടെയുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഞാൻ അത് ഫോണിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ എന്റെ ഫോണിൽ ഗ്ലിച്ച് ആണോ എന്ന് ആദ്യം വിചാരിച്ച. ഇൻസ്റ്റഗ്രാമിൽ ഗ്ലിച്ച് പോലെ ഞാനിങ്ങനെ റിഫ്രഷ് ചെയ്തിട്ട് അങ്ങനെ ആയിപ്പോയി നമ്മള്. ഓമി വീട്ടിലെ യങ് സ്റ്റാർ അല്ല, ഓമിയാണ് വീട്ടിലെ സ്റ്റാർ. ഓക്കെ, ഇപ്പം പുതിയ പ്രോജക്റ്റുകളൊക്കെ എന്താണ് അഹാന? പുതിയ പ്രോജക്റ്റുകൾ ഞാൻ സിനിമ ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ല. എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു സിനിമ വരാൻ ഉള്ള ഒരു മീറ്റിംഗിലാണ്. പിന്നെ ഞാനൊരു എഴുത്ത് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൈഡിൽ. അപ്പൊ അത് മെറ്റീരിയലൈസ് ആകുമ്പോൾ അത് മെറ്റീരിയലൈസ് ആവും.
ഓക്കെ അഹാന, അപ്പം പൂക്കൾക്ക് എല്ലാവിധ ആശംസകളും. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ട്രെൻഡിങ് ലിസ്റ്റിലൊക്കെ ഏറെക്കുറെ ഇടം പിടിച്ചിട്ടുണ്ട് പൂക്കൾ. ഒരുപാട് പേര് നല്ല റിവ്യൂസ് പറയുന്നുണ്ട്. ഞങ്ങൾക്കുമൊക്കെ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ബന്ധങ്ങളുടെയൊക്കെ ഒരു ആഴവും വലുപ്പവും ഒക്കെ അതിൽ കോറിയിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് അത്രയേറെ സന്തോഷമാണ്. അയ്യോ, ഒരു കാര്യം അഹാനയോട് ചോദിക്കുന്നത് വിചാരിക്കുമായിരുന്നു. ഇപ്പം വാഴ കഴിഞ്ഞിട്ട് വാഴ 3 സിസ്റ്റേഴ്സിന്റെ കഥയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടില് സംസാരമുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? ഇല്ല, അങ്ങനെയില്ല. കാരണം ചിലരൊക്കെ ടാഗ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവര് 4 പേരുമാണോ. ഡെഫിനറ്റ്ലി നോട്ട്. അതിൽ ഐ എം ഷുവർ പുതിയ ഫ്രഷ് ഫേസസ് ആണ് വരുന്നത്. പക്ഷെ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ കഥ എന്തായിരിക്കും, ആ സിനിമ എന്തായിരിക്കും എന്നൊക്കെ കാണാൻ വളരെ വളരെ എക്സൈറ്റ്മെന്റ് ആണ്. കാരണം 1ലും 2ലും ഒക്കെ കൂടുതലും ബോയ്സിന്റെ ഇമോഷൻസ് ആയിരുന്നല്ലോ. അപ്പം ഗേൾസിലും ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് പറയാനുണ്ടായിരിക്കും. അപ്പം അതെന്താണെന്ന് അറിയാൻ തീർച്ചയായിട്ടും വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ അഹാൻ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിനും വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിനും. ഇപ്പോൾ പൂക്കൾക്ക് എല്ലാവിധ ആശംസകളും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഒരു ബിഗ് സ്ക്രീനിൽ ഡയറക്റ്റഡ് ബൈ അഹാന കൃഷ്ണ എന്ന് കാണാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ടച്ച് വുഡ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷം സംസാരിച്ചല്ലോ. ഓക്കെ അഹാന, താങ്ക് യു സോ മച്ച്.